ഡിയർ സ്റ്റുഡൻസ്, നമുക്ക് 9th സയൻസിൻ്റെ ക്ലാസ് ഇന്ന് തുടങ്ങാം. നിങ്ങൾ ഇത് പഠിച്ചതിന് ശേഷം നോട്ട് എഴുതി അടുത്ത ദിവസം വരുമ്പോൾ എന്നെ കാണിക്കണം. ഇന്ന് തന്നെ നോട്ട് എഴുതി ഫോണിലിട്ട് വരികയും വേണം. അപ്പോൾ നമുക്ക് സയൻസിൻ്റെ ക്ലാസ്സിലേക്ക് പോവാം. ഒന്നാമത്തെ നമ്മൾ പഠിക്കാനുള്ളത് ക്രോപ്പ് പ്രൊഡക്ഷൻ ആൻഡ് മാനേജ്മെൻറ്റ് എന്ന ഭാഗമാണ്. ക്രോപ്പ് പ്രൊഡക്ഷൻ ആൻഡ് മാനേജ്മെൻറ്റ് എന്ന ഭാഗത്തിലെ പോയിന്റ്സുകളാണ് നമ്മൾ പഠിക്കാനുള്ളത്. ക്രോപ്പ് പ്രൊഡക്ഷൻ ആൻഡ് മാനേജ്മെൻറ്റ് എന്ന പാഠത്തിലെ ആദ്യത്തെ പ്രധാനപ്പെട്ട പോയിന്റാണ് ക്രോപ്പ്. എന്താണ് ക്രോപ്പ്? When plants of the same kind are grown in a place on a large scale is called a crop. ഒരു സ്ഥലത്ത് ഒരേപോലെയുള്ള ധാരാളം ചെടികൾ നട്ട് വളർത്തി അതിൽ നിന്നും ഉൽപ്പാദനം എടുക്കുന്നതിനെയാണ് നമ്മൾ ക്രോപ്പ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മൾ പറയാറില്ല, തെങ്ങുകൾ കൂടുതൽ ഒന്നിച്ച് തെങ്ങുകൾ വളർന്ന സ്ഥലത്തിനെ നമ്മൾ തെങ്ങിൻ തോട്ടം, തെങ്ങ് കൃഷി, കാപ്പി കൃഷി, ഏലം കൃഷി എന്നൊക്കെ പറയുന്നില്ലേ? അപ്പോൾ സെയിം കൈൻഡ് പ്ലാന്റ്, അതിനാണ് ക്രോപ്പ് എന്ന് പറയുക. വാട്ട് ഈസ് മീൻ ബൈ ക്രോപ്പ്? When plants of the same kind are grown in a place on a large scale is called a crop. There are three types of crops. In India, there are three types of crops. One is Kharif crop, other is Rabi crops, and the other is Saeed crops. These are the three types of crops grown in India. പറഞ്ഞു, ഇന്ത്യയിൽ 3 തരം ക്രോപ്പുകളാണുള്ളത്. ഒന്ന് ഖാരിഫ്, റാബി, സയ്യിദ്. ഈ ഖാരിഫ് ക്രോപ്സ് എന്ന് പറഞ്ഞാൽ ദ ക്രോപ്സ് വിച്ച് ആർ ഗ്രോൺ ഇൻ റെയിനി സീസൺ. റെയിനി സീസണിൽ വളർത്തുന്ന ക്രോപ്പാണ് ഖാരിഫ് ക്രോപ്പ്. റെയിനി സീസൺ എന്ന് പറഞ്ഞാൽ നമുക്ക് ജൂൺ ടു സെപ്റ്റംബർ ആണ് ഇന്ത്യയിൽ. ജൂൺ മാസം മുതൽ സെപ്റ്റംബർ മാസം വരെ കൃഷി ചെയ്യുന്ന, റെയിനി സീസണിൽ കൃഷി ചെയ്യുന്ന വിളകൾക്കാണ് ഖാരിഫ് ക്രോപ്സ് എന്ന് പറയുന്നത്. പ്രധാനപ്പെട്ട ഖാരിഫ് ക്രോപ്പുകൾ പാടി, മെയ്സ്, സോയാബീൻ, ഗ്രൗണ്ട്നട്ട്, കോട്ടൺ. ഈ പേരുകൾ നിർബന്ധമായി ബൈഹാർട്ട് ചെയ്യണം. ഓപ്ഷൻ ക്വസ്റ്റ്യൻ ആണ് നമുക്ക് വരിക, അതുകൊണ്ട് പേരിന് വളരെ പ്രാധാന്യമുണ്ട്. ഇത് ബൈഹാർട്ട് ചെയ്യണം. ഖാരിഫ് ക്രോപ്പായിട്ട് നമ്മളോട് പഠിക്കാൻ പറഞ്ഞിട്ടുള്ളത് പാടി, മൈസ്, സോയാബീൻ, ഗ്രൗണ്ട്നട്ട് ആൻഡ് കോട്ടൺ. ഓക്കെ. രണ്ടാമത്തെ ഗ്രൂപ്പ് ക്രോപ്സ് ആണ് റാബി ക്രോപ്സ്. നമ്മൾ പറഞ്ഞു ഖാരിഫ് ക്രോപ്പ് റെയിനി സീസണിലെ ക്രോപ്പാണ്. റാബി ക്രോപ്പ് സമ്മർ സീസണിലെ ക്രോപ്പാണ്. ദ ക്രോപ്സ് വിച്ച് ആർ ഗ്രോൺ ഇൻ സമ്മർ സീസൺ ഈസ് കോൾഡ് എസ് റാബി ക്രോപ്സ്. What are Rabi crops? The crops which are grown in summer season are called as Rabi crops. ഒക്ടോബർ മുതൽ മാർച്ച് വരെയുള്ള മാസങ്ങളിലാണ് ഇത് ഇന്ത്യയിൽ കൃഷി ചെയ്യുന്നത്. ഒക്ടോബർ മുതൽ മാർച്ച് വരെയുള്ള മാസം. ജൂൺ ടു സെപ്റ്റംബർ നമ്മൾ ആദ്യം പറഞ്ഞു ഖാരിഫ് ക്രോപ്സ് ആണ്. ഒക്ടോബർ ടു മാർച്ച് റാബി ക്രോപ്സ് ആണ്. റാബി ക്രോപ്സിന് എക്സാമ്പിൾ പഠിക്കാൻ നമ്മളോട് ആവശ്യപ്പെട്ടിട്ടുള്ളത് വീറ്റ്, ഗ്രാം, പ്രീ, മസ്റ്റാർഡ്, ലിൻസീഡ്. ഇത്രയാണ് റാബി ക്രോപ്സ് ബൈഹാർട്ട് ചെയ്യേണ്ട പേരുകൾ. Then the third type of crops, Saeed crops. These crops are also called as summer crops. ഇതിനെ സമ്മർ ക്രോപ്സ് എന്നും പറയാറുണ്ട്. ഇത് നമ്മൾ കൃഷി ചെയ്യുന്നത് മാർച്ച് ടു ജൂൺ ആണ്. ഏകദേശം ഇതിന് റാബി ക്രോപ്സിന്റെ സ്വഭാവങ്ങളൊക്കെ തന്നെയാണുള്ളത്. പക്ഷേ മാസത്തിന്റെ വ്യത്യാസം കൊണ്ട് സെയ്ദ് ക്രോപ്സ് എന്ന് പറയുന്നു. സെയ്ദ് ക്രോപ്സിന്റെ മറ്റൊരു പേരാണ് സമ്മർ ക്രോപ്സ്. The crops which are grown in the month of March to June are called as Saeed crops or summer crops. Moong, muskmelon, watermelon, cucumber, bitter gourd. ഇത്രയാണ് നമ്മൾ സെയ്ദ് ക്രോപ്സിൽ പഠിക്കാൻ ആവശ്യപ്പെട്ടുള്ളത്. ഇത്രയുമാണ് സെയ്ദ് ക്രോപ്സിന് നിങ്ങൾ ബൈഹാർട്ട് ചെയ്യുന്നത്. 3 തരത്തിലുള്ള ക്രോപ്സിനെ കുറിച്ച് നമ്മൾ പഠിച്ചു. ഖാരിഫ് ക്രോപ്പ്, റാബി ക്രോപ്സ് ആൻഡ് സെയ്ദ് ക്രോപ്സ്. ഈ ക്രോപ്സിന്റെ കൾട്ടിവേഷനുമായിട്ട് ബന്ധപ്പെട്ട വാട്ട് ആർ ദ പ്രോസസ് ഇൻവോൾവ് ഇൻ ദ കൾട്ടിവേഷൻ ഓഫ് ക്രോപ്പ്. ക്രോപ്പ് കൾട്ടിവേഷനുമായി ബന്ധപ്പെട്ട
വിവിധ സ്റ്റേജുകൾ, വിവിധ പദ്ധതികൾ ഏതൊക്കെയാണ്? ഇതാണ് ഈ ചാപ്റ്ററിൽ ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത്. അതിൻ്റെ പേരുകൾ മാത്രമാണ് ഇപ്പോൾ നമ്മൾ പഠിക്കുന്നത്. ഒന്നാമത്തെ സ്റ്റെപ്പ് സോയിൽ പ്രിപ്പറേഷൻ ആണ്. അപ്പോൾ നമ്മൾ കൃഷി ചെയ്യുന്നതിന് മുമ്പിലെ നിലം ഒരുക്കണം. ഈ നിലം ഒരുക്കുന്ന പ്രോസസ്സിനാണ് എന്തെങ്കിലും സാധനങ്ങൾ ഉണ്ടെങ്കിൽ അത് നമ്മൾ ചെത്തി കൂട്ടി കത്തിച്ച്, അതേപോലെ നിലം വെട്ടി ട്രാക്ടറൊക്കെ ഉപയോഗിച്ച് വെട്ടി മറിച്ച് ഉഴുതു മറിച്ചിടുന്ന ആ സ്റ്റെപ്പിനാണ് നമ്മൾ സോയിൽ പ്രിപ്പറേഷൻ എന്ന് പറയുന്നത്. അത് മുന്നൊരു നിലം ഒരുക്കലാണ്. അത് കഴിഞ്ഞ് വരുന്ന രണ്ടാമത്തെ സ്റ്റെപ്പാണ് സോയിൽ, വിതയ്ക്കൽ. ആദ്യം നിലം ഒരുക്കി, രണ്ടാമത്തെ സ്റ്റെപ്പ് വിതയ്ക്കലാണ്, സോയിൽ. മൂന്നാമത്തെ സ്റ്റെപ്പ് ആഡിങ് മാനുവർ ആൻഡ് ഫെർട്ടിലൈസേഴ്സ്. അങ്ങനെ നമ്മൾ വിത്ത് ഇട്ട് കഴിഞ്ഞാൽ വിത്ത് മുളയ്ക്കും. വിത്ത് മുളച്ചു കഴിഞ്ഞാൽ അതിന് വളമിട്ട് കൊടുക്കണം. അതിന് വളമിട്ട് അത് വളരാൻ ആവശ്യമായ ജൈവ വളങ്ങളും രാസവളങ്ങളും ഇട്ട് കൊടുക്കുന്ന സ്റ്റെപ്പാണ് ആഡിങ് മാനുവർ ആൻഡ് ഫെർട്ടിലൈസർ. ദെൻ അങ്ങനെ നമ്മൾ വളമിട്ട് കൊടുത്താൽ പിന്നീട് ആ ചെടിയുടെ വളരുന്ന എല്ലാ ഘട്ടത്തിലും നമ്മൾ ആവശ്യത്തിന് വെള്ളം കൊടുക്കണം. അപ്പോൾ വെള്ളം നനച്ചു കൊടുക്കലാണ്. അത് അവസാനം വരെ കായ് ഉണ്ടായി പൂർണ്ണമാകുന്നത് വരെ നമ്മൾ ഇറിഗേഷൻ, വെള്ളം നനച്ചു കൊടുക്കണം. ഇങ്ങനെ വെള്ളം നനച്ചു കൊടുത്തുകൊണ്ടിരിക്കുമ്പോൾ കൃഷിയിടത്തിൽ കളകൾ ഉയർന്നു വന്നാൽ, നമുക്ക് വേണ്ടാത്ത ചെടികൾ വന്നാൽ അതിനെ അതാത് സമയങ്ങളിൽ മുറിച്ച് കളയാൻ ശ്രദ്ധിക്കണം. ആ സ്റ്റെപ്പിന്റെ പേരാണ് പ്രൊട്ടക്ഷൻ ഫ്രം വീഡ്. വീഡ്, കള എന്നാണ് ആ വാക്കിന്റെ അർത്ഥം. ദെൻ പാകമായി കഴിഞ്ഞാൽ നമ്മൾ വിളവെടുക്കും. വിളവെടുക്കുന്ന സ്റ്റെപ്പിന്റെ പേരാണ് ഹാർവെസ്റ്റിംഗ്. എടുത്ത വിള നന്നായി സ്റ്റോർ ചെയ്ത് വെക്കുന്നതാണ് അവസാനത്തെ കൾട്ടിവേഷനിലെ ഘട്ടം. ഇതാണ് 7 പ്രോസസ് ഇൻവോൾവ്സ് ഇൻ കൾട്ടിവേഷൻ ഓഫ് എ ക്രോപ്പ്. One is soil preparation, the second is sowing, third adding manure and fertilizer, fourth irrigation, fifth protection from weed, sixth harvesting and seventh storing. ഈ സ്റ്റെപ്പുകൾ ഇതുപടി കാണാതെ പഠിച്ചു വെക്കേണ്ടതാണ്. നമ്മൾ പഠിക്കാൻ പോകുന്നത് ഹ്യൂമസ്. കൾട്ടിവേഷനുമായി ബന്ധപ്പെട്ട ഒരു വാക്കാണ് ഹ്യൂമസ്. എന്താണ് ഹ്യൂമസ്? The top layer of the soil formed by decaying or decomposition of organic matters like animal remains, shed leaves, dung, etc. are called as humus. നമ്മുടെ മണ്ണിൻ്റെ ടോപ്പ് ലെയർ, അവിടെ ഇലകൾ, വീണുപോയ ഇലകൾ അഴുകിത്തീരും. അതേപോലെ ചാണകം, അങ്ങനെ ചത്തുപോയ ജൈവ അവശിഷ്ടങ്ങൾ എന്നിവ കൊണ്ടൊക്കെ ഫലഭൂവിഷ്ടമായിരിക്കും മണ്ണിൻ്റെ ടോപ്പ് ലെയർ. അപ്പം നല്ല ഫലഭൂവിഷ്ടമായ കൃഷി ഇറക്കാൻ പാകത്തിലുള്ള ഓർഗാനിക് മാറ്റേഴ്സ് ലയിച്ചു ചേർന്നിട്ട് ആ മുകൾ തട്ടിനെ, മണ്ണിൻ്റെ മുകൾ തട്ടിനെയാണ് ഹ്യൂമസ് എന്ന് പറയുന്നത്. ഇന്നത്തെ ക്ലാസ്സിലുള്ള ഈ 4 പോയിന്റുകളും നന്നായി പഠിച്ച് നോട്ട് എഴുതണം. നാളത്തെ ക്ലാസ്സും കൂടി കഴിഞ്ഞാൽ നമുക്ക് പരീക്ഷയ്ക്കുള്ള ഭാഗങ്ങളാകും. അപ്പം നന്നായി പഠിച്ച് പരീക്ഷയ്ക്ക് ഒരുങ്ങിയിട്ട് വേണം ഞായറാഴ്ച വരാൻ. ഓക്കെ, നാളത്തെ ക്ലാസ്, 2ാം ക്ലാസ് നാളെ കിട്ടും.